ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഖത്തറിലെ വൺ ഓഫ് ദ ഫേമസ് ഷോപ്പിംഗ് മോളാണ്. വെനീസ് മാതൃകയിൽ രൂപപ്പെടുത്തിയിട്ടുള്ള വിലാജിയോ മോൾ. ഹയാത്ത് പ്ലാസയുടെയും സ്പോർട്സ് സിറ്റിയുടെയും നടുവിലായി സ്ഥിതി ചെയ്യുന്ന വിലാജിയോ മാളിൽ 200-ലധികം ഷോപ്പുകളുണ്ട്. UK, US, ഇറ്റാലിയൻ, ജർമ്മൻ ബ്രാൻഡഡ് പ്രൊഡക്ട്സ് ഒക്കെയാണ് ഇവിടെ വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി റിച്ച് ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ ഷോപ്പിംഗ് എന്ന പർപ്പസിനായിട്ട് വരുന്നത്. സാധാരണക്കാരായ പ്രവാസികൾ വിലാജിയോ മാളിലെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാനാണ് മിക്കവാറും വരുന്നത്. നീലാകാശത്തിന് കീഴെ ഇറ്റലിയിലെ വെനീസ് മോഡൽ ടൗൺ ആണ് വില്ലാജിയോയുടെ ഉൾക്കാഴ്ച. ചൂടുകാലത്ത് ഇതിനകത്ത് തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്തും തണുപ്പ് കാലത്ത് ഇതിനകത്ത് ഹീറ്റർ വെച്ച് ചൂട് മെയിൻറ്റെയിൻ ചെയ്തും നല്ലൊരു ആംബിയൻസ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പോരുന്നുണ്ട്. ഹാദിയും ഐഷുവും വില്ലാജിയോ മാളിൻ്റെ ഓരോ കാഴ്ചകളും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐഷുവിനെല്ലാം പുതിയ കാഴ്ചകളായതുകൊണ്ട് എല്ലാം നോക്കിക്കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മാളിൻ്റെ ഏറ്റവും വലിയൊരു ആകർഷണമാണ് ഇതിൻ്റെ ഉൾവശത്തായി നിർമ്മിച്ചിട്ടുള്ള മനോഹരമായൊരു കനാലും അതിലെ ബോട്ട് റൈഡും. ഗോണ്ടോള ബോട്ട് എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ഇത് ഇറ്റലിയിലെ വെനീസിലെ ഗോണ്ടോളയുടെ മാതൃകയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. 150 മീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന ഈ കനാലിലൂടെ ആളുകൾക്ക് ഗോണ്ടോള ബോട്ട് സവാരി നടത്താം. കനാലിൻ്റെ ഇരുവശത്തുമുള്ള കാഴ്ചകളൊക്കെ കണ്ട് മനോഹരമായി തന്നെ സവാരി ചെയ്യാം. നല്ല തെളിഞ്ഞ ക്ലീൻ വാട്ടറാണ്. എല്ലാം തന്നെ വെൽ മെയിൻറ്റെയിൻഡ് ആണ് ഇവിടെ. അങ്ങനെ നടന്ന് ഒരു മനോഹരമായൊരു മിനിയേച്ചർ ഗിഫ്റ്റ് ഷോപ്പിൻ്റെ അടുത്തെത്തി. വളരെ കൗതുകമുണർത്തുന്ന മിനിയേച്ചർ ക്രിയേറ്റിവിറ്റീസ്. ജസ്റ്റ് ഒരെണ്ണത്തിൻ്റെ വില നോക്കിയപ്പോൾ 400 ഖത്തർ റിയാലുണ്ട്. ഇന്ത്യൻ വിലയനുസരിച്ച് ഏകദേശം 9,000-ന് മുകളിൽ വരും. അങ്ങനെ ഞങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങി. കോഫി ഷോപ്പുകളും സ്റ്റോളുകളും അവിടുത്തെ കെട്ടിടങ്ങളും എല്ലാം കാണുമ്പോൾ വെനീസിലൊരു സ്ട്രീറ്റിലൂടെ നടക്കുമ്പോഴുള്ളൊരു ഫീലാണ് നമുക്ക് തോന്നുന്നത്.
ഇവിടെയുള്ള മിക്ക ഷോപ്പുകളും തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് സെയിൽ ചെയ്യുന്ന ഷോപ്പുകളാണ്. വഴിയിൽ ബാത്ത് ആൻഡ് ബോഡിയിൽ ഞങ്ങൾ ചെറുതായി ഒന്ന് കയറി ഒന്ന് ട്രൈ ചെയ്തു. പക്ഷെ വലിയ ഓഫറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും വാങ്ങിച്ചൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും നടന്ന് ഫുഡ് കോർട്ട് സെക്ഷനിലെത്തി. നാട്ടിൽ കല്യാണത്തിന് പോയാൽ ഫുഡ് കഴിക്കാനുണ്ടാകുന്ന തിക്കും തിരക്കും പോലെയാണ് ഒറ്റ നിമിഷത്തിൽ തോന്നിയത്. എന്നാൽ ഫുഡ് സ്റ്റോളുകളാവട്ടെ നല്ല ഇൻ്റർനാഷണൽ ലെവലിലുള്ള ടേസ്റ്റി ഐറ്റംസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഞങ്ങൾ വാങ്ങി ഒരു ബക്കറ്റ് KFC. അങ്ങനെ കുറേയധികം കാഴ്ചകളൊക്കെ കണ്ട്
മദർ കെയറിൽ നിന്ന് ഐഷുവിന് ഒരു ക്യാപ്പൊക്കെ വാങ്ങി ഞങ്ങൾ വിലാജിയോ മാളിൽ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ടോർച്ച് ടവർ ഇതാ ലൈറ്റിൽ ഭയങ്കര ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ കാഴ്ചയും കണ്ട് ഞങ്ങൾ അങ്ങനെ റൂമിലോട്ട് തിരിച്ചു പോകുന്നു.